കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ. 2 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയം മുൻപാണ് ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായത്. 13ാം പ്രതിക്ക് 3 വർഷം കഠിന തടവാണ്. ഒരു പ്രതി നേരത്തെ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2 പ്രതികൾ ഇതിനിടയിൽ ഈ പറയുന്ന വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരിച്ചുപോയിരുന്നു. 1ാം പ്രതിയും 11ാം പ്രതിയുമാണത്. അപ്പോൾ ബാക്കി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ്. നേരത്തെ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പ്രതികരിച്ചും സംസാരിച്ചതും കേട്ടു. പ്രോസിക്യൂഷന് പൊതുവെ ശിക്ഷാവിധിയോട് തൃപ്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇനി എന്തായാലും ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ ഒരു ശിക്ഷാവിധി ഉണ്ടായാൽ വ്യവഹാര വഴി തീരുകയല്ല. ഒരാളെ വെറുതെ വിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ പോവില്ലേ? ഇപ്പോൾ CPM ഇന്നലെ M.V. ജയരാജൻ പറഞ്ഞത് ഈ പ്രതികൾ നിരപരാധികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഭാഗത്തിൻ്റെ സൈഡിലും വ്യവഹാര വഴികൾ മുന്നോട്ടേക്ക് തന്നെയാണ് അരുൺ. വെറുതെ വിട്ട 10ാം പ്രതിക്കെതിരായി നിലവിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ അറിയിച്ചിട്ടില്ല. അത് ഈ വിധിപ്പകർപ്പ് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം, അത് പരിശോധന ശേഷം മാത്രമേ തുടർ തീരുമാനമെടുക്കൂ എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. CPM നിലവിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M.V. ജയരാജൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതികൾ നിലവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒരു പ്രതികളും ആ രീതിയിൽ അത് കെട്ടിച്ചമച്ച കേസാണ്. ആ പ്രതികൾ നിരപരാധികളാണ് എന്നതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ആ പ്രതികൾക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കും, അപ്പീൽ പോകും എന്ന് CPM ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ പ്രതികൾക്കായും CPM നിയമപോരാട്ടം തുടരും എന്നതാണ് ആ കാര്യത്തിൽ CPM ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി പറയേണ്ടതുണ്ട് ഹാഷ്മി. 2005 ഒക്ടോബർ 7-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. മുഴുപ്പിലങ്ങാട്ട് ആദ്യഘട്ടത്തിൽ CPM പ്രവർത്തകനായിരുന്നു സൂരജ്. അതിനുശേഷം CPM വിട്ട് BJP-യിലേക്ക് മാറുന്നു. അതിനുശേഷമാണ് ഇത് സൂരജിന് നേരെ നടന്ന ആദ്യ ആക്രമണമല്ല. ഈ കൊലപാതകം നടക്കുന്നതിന് 1 വർഷം മുമ്പ് സൂരജിന് നേരെ ഒരു വധശ്രമം ഉണ്ടായിരുന്നു. അതിൽ 6 മാസക്കാലത്തോളം സൂരജ് ആശുപത്രിയിൽ കഴിയുകയും ചെയ്തിരുന്നു. ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 പ്രതികൾ ഈ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള പത്മനാഭനും പ്രഭാകരൻ മാഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ ആ കേസിലും, ആ വധശ്രമ കേസിലും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ കേസിലെ ഈ വധശ്രമത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് പുറമെയാണ് തലശ്ശേരിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇരുവഴികളിലും വ്യവഹാര വഴികൾ തുടരാനാണ് സാധ്യത. M.V. ജയരാജൻ ഇന്നലെ പറഞ്ഞത് പ്രതികൾ നിരപരാധികളാണെന്നുള്ളതാണ്. ശിക്ഷാവിധിയോട് CPM-ന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതും ആ കേസിൻ്റെ വഴികൾ ഉടനെ തീരുന്നില്ല. എന്തായാലും ആത്യന്തികമായി കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള വാണിംഗ് ആവുന്നു. ഏത് കൊലപാതക കേസിലാണെങ്കിലും ഓരോ വിധിയും അതിലെ ഓരോ ശിക്ഷാ പ്രഖ്യാപനവും.